കൂട്ടുകാരെ നമസ്കാരം, രാജാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂറോപ്പിലെ ഡ്രൈവർമാർ എല്ലാ ദിവസവും റെസ്റ്റിന് ശേഷം നമ്മൾ രാവിലെ വണ്ടി എടുക്കാൻ നേരത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ടാക്കോ മെഷീൻ. ഇതിനകത്തായിട്ട് നമ്മുടെ ATM കാർഡ് പോലത്തെ ഒരു കാർഡുണ്ട്, ടാക്കോ കാർഡ് എന്ന് പറയും. അത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. എൻ്റെ ഓൾറെഡി ഇതിനകത്ത് ഇൻസേർട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഇഗ്നിഷൻ ഓണാക്കി ഇടുകയോ ചെയ്യുക. അപ്പോൾ നിലവിൽ നമ്മുടെ മോഡ് റെസ്റ്റ് മോഡിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ഓക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്കുള്ള ആരോ നോക്കാൻ നേരത്ത് എൻട്രി എന്നുള്ള ഓപ്ഷൻ വരും, ഡ്രൈവർ 1. അപ്പോൾ നമ്മൾ എൻട്രിയിൽ ഓക്കെ അടിക്കുമ്പോൾ ബിഗിൻ കൺട്രി കാണിക്കും. നമ്മളിപ്പോൾ ഫ്രാൻസിലാണ് നിലവിൽ കിടക്കുന്നത്. അപ്പോൾ ഓക്കെ അടിക്കാൻ നേരത്ത് ഫ്രാൻസ് ആണ്. അപ്പോൾ വീണ്ടും അത് ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മുടെ എൻട്രി അവിടെ സ്റ്റോർ ആയിട്ടുണ്ട് കേട്ടോ. നേരെ കഴിഞ്ഞ് ബാക്ക് എടുക്കുക. ബാക്ക് ആരോ എടുക്കാൻ നേരത്ത് ലീവ് മെനു വരും, ബാക്ക് നിൽക്കാൻ നേരത്ത് നേരെ മെയിൻ മെനുവിലേക്ക് വരും. നിലവിൽ നമ്മളിപ്പോൾ റെസ്റ്റ് മോഡിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഡ്രൈവർമാരുടെയും സിമ്പിളാണ് ഈ കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊരാളെ ഡബിൾ ഡ്രൈവർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഡ്രൈവർ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഡ്രൈവറുടെ അതിൽ നെക്കിയിട്ട് നമ്മൾ ഈ സിമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. ആ സിമ്പിൾ നേരെ അതർ വർക്കിലേക്ക് മാറ്റുകയാണത്. അതർ വർക്കിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ നിലവിൽ രാവിലെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് സമയം എടുക്കും അതിന് വേണ്ടി. പിന്നെ ഈ അതർ വർക്കിലേക്ക് ഇടാൻ നേരത്ത് ആ ഇടണ സമയം തൊട്ട് നമ്മുടെ വർക്ക് നിലവിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 4 ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ വണ്ടി മൊത്തത്തിൽ നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നേരെ പുറത്തേക്ക് പോകണം കേട്ടോ. അങ്ങനെ ഒരു 3-4 മിനിറ്റ് എടുത്തുകൊണ്ട് നമ്മൾ വണ്ടിയുടെ ട്രെയിലറിലേക്കുള്ള ഇലക്ട്രിക് കണക്ഷനും എയർ പൈപ്പിൻ്റെ കണക്ഷനും അതൊക്കെ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, വണ്ടിയുടെ ഇൻഡിക്കേറ്റർ അതെല്ലാം നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ 5th വീൽ ലോക്ക്. 5th വീൽ ലോക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കാതിരുന്ന് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കിട്ടൊരു പണി തരാൻ വേണ്ടി അത് വലിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു പണി കിട്ടും. അപ്പോൾ അതൊന്ന് എല്ലാ ദിവസവും രാവിലെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ പോലീസ് പിടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്തില്ലെങ്കിൽ, ലൈറ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ അത് നല്ലൊരു ഫൈൻ അടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ യൂറോപ്പിൽ നമ്മൾ പകൽ വണ്ടി ഓടിച്ചാലും ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഇതിനകത്ത് ഓയിൽ ലെവലും വാട്ടർ ലെവലും ഒന്നും ചെക്ക് ചെയ്യുന്നത് കാണിക്കാത്തത്, അതിൻ്റെ ഇൻഡിക്കേഷൻ എന്തെങ്കിലും കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേഷൻ വണ്ടിയിൽ തന്നെ കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി അത് ചെക്ക് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഡെയിലി രാവിലെ നമ്മളിവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹം മാത്രം.